നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് മുന്നേ ലൈവിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചില കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളും ലൈവ് കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ തോന്നുമായിരിക്കാം ചില കാര്യങ്ങൾ എന്നൊക്കെ പറയാൻ എന്ത് തേങ്ങ അവിടെ നടന്നിട്ടുള്ളത്, അവിടെ എന്താ നടക്കുന്നുള്ളത്, അവിടെ എന്താ ആകെ ഒരു അനുമോളുണ്ട്, അനുമോൾ ഇങ്ങനെ ഒരു ഭാഗത്തിരിക്കുന്നുണ്ട്, അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറേ പാവാട വള്ളികൾ ടീംസ് അവിടെ വല്ല എന്താ പറയുക കലിങ്കിലൊക്കെ ഇരുന്നിട്ട് അല്ലെങ്കിൽ എന്താ പറയുക വല്ല ഒരു പൂവാലന്മാരെ വരി കമൻ്റ് അടിച്ചിരിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ഇതല്ലേ ഉള്ളൂ എന്ന് എന്നോട് ചോദിക്കുക. സത്യം പറഞ്ഞാൽ അതന്നെ ഉള്ളൂ. പക്ഷെ അതിൽ ഇന്ന് നടന്നിട്ടുള്ള കുറച്ച് മുന്നേ നടന്നിട്ടുള്ള കുറച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ കണ്ട് റിവ്യൂ ചെയ്യുന്ന ഒരൊറ്റ വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വിഷയം അനുമോൾ വേഴ്സസ് അതേഴ്സാണ്. അനുമോൾ ഒരു ഭാഗത്തും ഇവൻ ഞാൻ പിന്നെയും തന്നെ ചോദിച്ച് ഞാൻ സത്യം പറഞ്ഞത് ഞാൻ ഇവിടെ എന്താ പറയുക എഴുതി വെക്കേണ്ട സിറ്റുവേഷൻ ആയിട്ടില്ലേ. ഇവന്മാർക്ക് വേറെ ഒരു കോണ്ടൻറ്റും ഇല്ല എൻ്റെ ഉള്ളിൽ ആലോചിച്ച് നോക്കുക. അക്ബർ, നെവിൻ, അപ്പാണി, ആര്യൻ, പിന്നെ ശരത്ത്, ഈ ടീമുണ്ടല്ലോ അവിടെ ഇരിക്കുകയാണ്. ഇതിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഞാൻ മിസ്സായിട്ടുണ്ടെന്നുള്ള അറിയില്ല. ഈ ടീം അവിടെ ബീൻ ബാഗിൽ വട്ടം കൂടി ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെയുള്ള ബിഗ് ബോസ് കണ്ടതിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ പറയണം, കണ്ടതിൽ വെച്ചിട്ട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചർച്ചയും ചെയ്യാത്ത ഒരു മാസമാണ് കടന്നു പോകുന്നത് അല്ലേ. ഒരു മാസം ആവാനായി. ഉപകാരപ്രദമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ നല്ല എന്താ ഞാൻ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാറില്ല, ആ ഒരു രീതിയിലുള്ള എന്തെങ്കിലും ഒരു ചർച്ച അവന്മാരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ തിരക്കടില്ല. ഇതില്ലാത്തൊരു സീസൺ, ഒരു കാര്യമില്ലാതെ അനാവശ്യമായിട്ടുള്ള സംഗതികൾ മറ്റുള്ളവർ ബുള്ളി ചെയ്യുന്നത് മാത്രം സംസാരിച്ചിരിക്കുന്ന കുറേ മരപ്പാഴികൾ. നിങ്ങൾക്കിന്ന് ഡ്രൈ ഡേ ആണ് വിചാരിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചൂടെ? രണ്ട് കാര്യമാണ് അവിടെ ബിഗ് ബോസിൽ നടക്കുന്നത് കേട്ടോ. രണ്ടും മാറി മാറി കാണിക്കുന്നുണ്ട്. ഐ ലൈക്ക് ദി അതർ വൺ. പറയാൻ കാരണം എന്താ അറിയോ, അവിടെ അനീഷും ആദ്യം ഞാൻ പറയണമായിരുന്നു കേട്ടോ, അനീഷും ഷാനവാസും കൂടി നല്ല രസകരമായിട്ടുള്ള കോൺവെർസേഷൻ അവിടെ ആ റെസ്റ്റ് റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ ഏരിയയിൽ നടക്കുന്നുണ്ട്. അതായത് അനീഷിൻ്റെ താടി ഇവൻ ഷാനവാസ് ട്രിം ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാലോ രണ്ടുപേരും ഒരു ടോം ആൻഡ് ജെറി കോംബോ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള കോംബോ. ഭയങ്കര രസമാണ് ഒരു സംസാരം കേൾക്കാൻ. അപ്പോൾ ഇങ്ങനെ താടി ട്രിം ചെയ്ത് കൊടുക്കുന്ന ഒരു സംഗതി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഷാനവാസാണ് അനീഷിൻ്റെ താടി ട്രിം ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ലൈവ് കണ്ടവർക്ക് ഇതിൻ്റെ കറക്റ്റുള്ള എസൻസ് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. എനിക്ക് ചിരിച്ചു പോയി ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട്. അങ്ങനെ നമുക്ക് മനസ്സിനൊരു രസം തോന്നിപ്പോയി. കാരണം വെച്ചാൽ അപ്പുറത്ത് ഇത് ഒരു ഫ്രെയിം, മറ്റേ ഫ്രെയിം നടക്കുന്ന പക്ക ബുള്ളിങ് ആൻഡ് പക്ക കളിയാക്കൽ, ഒരു ഉപകാരമില്ലാത്ത ജന്തുക്കളാണ്. ഞാൻ അങ്ങനെ തന്നെ പറയണം. ഒരു ജാതി ടീംസ് വാണങ്ങൾ പറയാതിരിക്കാം, പാവാട വള്ളി വാണങ്ങൾ. അപ്പോൾ ഷാനവാസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഷാനവാസ് ഇവൻ്റെ മീശ ട്രിം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള കോൺവെർസേഷൻ അവർ തമ്മിൽ നടക്കുന്നത്. നിന്നെ ഞാൻ ശരിയാക്കും. പക്ഷേ അനീഷിൻ്റെ ആ സംസാര രീതിയൊക്കെ ഉണ്ടല്ലോ, തിരിച്ച് ഷാനവാസിൻ്റെ മറുപടി ഭയങ്കര രസമായിട്ട് പോവുക. പെട്ടെന്ന് അനീഷാണ്ട് ചിരിക്കുകയാണ്. അനീഷ് ഭയങ്കര ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്കിത് ജീവിതത്തിൽ അവന് എങ്ങനെന്തോ സംഗതി എന്താ കറക്റ്റ് എനിക്ക് ഓർമ്മയിട്ടില്ല, ക്ഷമിക്കണം. അതായത് ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു മൊമെൻ്റ് ആയിരിക്കും ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് ചിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഹൗസിൽ അടിപിടി കൂടുമ്പോൾ ഷാനവാസ് ഇവനെ കൊണ്ട് താടി മീശയും ട്രിം ചെയ്യിക്കുമ്പോൾ അത് സത്യത്തിൽ ഷാനവാസിനെ മുട്ടുകുത്തിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ്. അതല്ല അനീഷ് പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് ഒരു സെലിബ്രിറ്റീനെ കൊണ്ട് എൻ്റെ താടിയും മീശയും പഠിപ്പിക്കാൻ പറ്റിയത്. അത് എപ്പിക് ഡയലോഗാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാസിൻ്റെ അല്ല, ഭയങ്കര രസമായി അത്. അതിൽ അനീഷ് ഭയങ്കര മാസ്, ആ ഷാനവാസ് ഷൂ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അവർ തമ്മിലുള്ള ആ കോംബോ, ആ ടോം ആൻഡ് ജെറി കോംബോയിൽ അവർ രണ്ടാളും കൂടി സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് എനിക്ക് പിന്നെ ഒരു സെലിബ്രിറ്റീനെ കൊണ്ട് എൻ്റെ താടിയും മീശയും പഠിപ്പിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മനസ്സ് തുറന്ന് ചിരിക്കണം. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, നീ ഇത്രയും കാലമായിട്ട് നിന്നെ ഞാൻ ഇതുവരെ അങ്ങനെ മനസ്സ് തുറന്ന് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് സത്യം തന്നെയാണ്, ഞാൻ മനസ്സ് തുറന്ന് ചിരിക്കേണ്ടതാണ്. അത് ശരിയാണ് കേട്ടോ. ഇവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അന്ന് നെവിൻ അനീഷിനെ കളിയൊക്കെ സമയത്തും അത് അനീഷ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ സംഗതി പറയുന്നത് ഷാനവാസ് പറയുന്നുണ്ട്, തിരിച്ചു പോകുമ്പോൾ നീ പാതി മീശയും വെച്ചിട്ട് ഇവിടുന്ന് പോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര രസമാക്കിയിട്ട് പറയുന്നുണ്ട്. ഇതിലൊക്കെ ഈ ട്രിമ്മറിൻ്റെ ബാറ്ററി കഴിയുന്ന സമയത്ത് ഷാനവാസ് പറഞ്ഞു, ഒനീലിൻ്റെ അടുത്ത് ഈ സാധനം കിടക്കുന്നുണ്ട്, അവിടെ പോയി വാങ്ങിക്കൊണ്ടുവന്നോ എന്ന് പറയുന്നുണ്ട്. അയ്യോ അത് മോശമാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നവരുടെ അനീഷ്. ഇതന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. ഇതേപോലെ ആൾക്കാരോട് ഈ രീതിയിൽ ഡയലോഗ് അടിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇതന്നെയാണ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പറയുന്നുണ്ട്. നീ മര്യാദയ്ക്ക് സംസാരിച്ചെങ്കിൽ ഇപ്പോൾ നിനക്ക് ബാക്കിയുള്ളവരെ പോലെ റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒനീലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കൂടായിരുന്നില്ലേ, നീ അത് ചെയ്യാത്തത് നിൻ്റെ ഈ സ്വഭാവം കാരണം അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് നേരെ ഇവൻ വാങ്ങാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ ഒരു മിനിറ്റ്, ഇവൻ പിന്നെ ട്രിമ്മർ വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ പോയി ചോദിക്കുക. അപ്പോൾ ഒനീലും കൂടി ഈ പാവാടവള്ളി ടീമിൽ ഒനീലും ഉണ്ട് കേട്ടോ. അതെന്താണ് അവർ സംസാരിക്കണം എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ അവിടുന്ന് അനീഷ് വിളിച്ച് ചോദിക്കുന്നുണ്ട്, പിന്നെ
അനീഷ് ചോദിക്കുന്നുണ്ട് ഒനീൽ ഒന്നും ഇങ്ങോട്ട് വരുമോ? അപ്പോൾ നിൻ്റെ ട്രിമ്മറിന് വേണ്ടി നീ ഒനീലിനെ അങ്ങോട്ട് വരുത്തണം, അവിടെ പോയി ചോദിക്കട്ടെ. കാരണം അനീഷ് ചെറിയൊരു സാധനമാണ്. കാരണം അവിടെ ചെന്ന് അനീഷ് ചോദിക്കുന്ന സമയത്ത് ഇവരെന്തെങ്കിലും മറുപടി പറയുമോ എന്നുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംഗതി അവിടെ നടക്കുന്ന സമയത്ത് മറ്റേ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഹൈലി ടോക്സിക് ഫ്രെയിം, ഹൈലി ടോക്സിക് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താ പറയുക, ഇവർ സംസാരിക്കുന്നത് എന്താ വെച്ചാൽ അനുമോളുടെ കയ്യിലൊരു പാവുണ്ട്, എന്താ പ്ലൂച്ചിയോ എന്തോ ഒരു പേരാണ് അതിലിട്ടിരിക്കുന്നത്. അവൾ പാവേനെയും കെട്ടിപ്പിടിച്ച് നടക്കുന്നുണ്ട്, ക്യൂട്ട്നെസ്സൊക്കെ വാരി വെതറിയിട്ട്. ഇന്നലെ ജയിലിക്കും പാവേനെയും കൊണ്ട് പോയിട്ടുണ്ട്. നമ്മൾ പണ്ടൊരു പാവ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? രജിസ്ട്രാറിൻ്റെ കയ്യിലൊരു പാവ ഉണ്ടായിരുന്നു അല്ലേ, മൂപ്പരുടെ കയ്യിലൊരു പാവ ഉണ്ടായിരുന്നില്ലേ? ആ പാവേനെ ഇവരെ ഇടിക്കാൻ നിൽക്കുക, അങ്ങനെ എന്തൊക്കെ പരിപാടികൾ. ആ പാവ എന്തോ ഒരു പേരിട്ടിരുന്നു, ഞാൻ മറന്നു പോയിട്ടോ. ഞാൻ പെട്ടെന്ന് ഓർത്താ, ഞാൻ ഐ ഷുഡ് ഹാവ് മനസ്സിലാക്കിയിട്ട് ചെയ്യണമായിരുന്നു വീഡിയോ. ഞാൻ പെട്ടെന്ന് വന്നുകൊണ്ടാണ് കേട്ടോ. ആ പാവനെയും കൊണ്ട് മൂപ്പര് നടന്നിരുന്നു. ഇന്നിപ്പോൾ പല പേജസിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതായത് ഇവൾ പാവയും കൈ പിടിച്ച് നടക്കണം. ഇന്നലെ പാവനെയും കൊണ്ടാണ് ജയിലിൽ പോയിട്ട് ഈ പ്ലാച്ചി എന്തോ പേര് അതിനെടുത്തിട്ട് പിന്നെ എറിയൊക്കെ ഉണ്ടായി. ഇതിനെക്കുറിച്ചാണ് അവിടെ ഡിസ്കഷൻ. അക്ബറാണ് ഈ സംഗതി തുടങ്ങി വെച്ചിട്ടുള്ളത്. അക്ബർ ചോദിക്കുന്നുണ്ട്, ജയിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ ഏറ്റവും കൂടുതൽ അവനാണ് സുഖ സൗകര്യങ്ങളും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും വിട്ടിട്ട് കഴിഞ്ഞ ഒരു സ്ഥലത്ത് ഇവൾക്ക് എങ്ങനെ അതിൻ്റെ ഉള്ളിൽ പാവയും കൊണ്ട് പോകാനുള്ള അധികാരം കിട്ടി, ധൈര്യം വന്നു എന്നുള്ളതാണ് അക്ബർ ചോദിക്കുന്നത്. അപ്പോൾ അപ്പാനി പറയുന്നുണ്ട്, കൊണ്ടുപോയി ഞാൻ എറിയാൻ നോക്കിയവർ എന്ത് ചെയ്യും? അത് അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ക്യാപ്റ്റൻ്റെ കഴിവുകേടാണ്, ക്യാപ്റ്റൻ ഇത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, ഇല്ല അങ്ങനെയല്ല, ഞാനത് സമ്മതിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അപ്പാനി കിടന്ന് ന്യായീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിൻ്റെ പേരിൽ ഈ പാവയുടെ പേരിൽ അവിടെ ബുള്ളിങ് നടക്കണം. ഈ സമയത്താണ് ആര്യൻ വന്ന് പറയുന്നത്, ഈ പാവേനെ ഞാൻ പാവേനെ നശിപ്പിക്കും, പ്ലാച്ചി എന്ത് വേറെന്താ വിട്ടുക. അതായത് ബേസിക് അടിസ്ഥാനപരമായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്യാണ്, ഒരു വ്യക്തിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് അത് ശരിയല്ല. ഈവൻ ദോ ഇറ്റ് ഇസ് ദെയർ ഗെയിം, അത് അവർക്ക് ദോഷമായി വരും, പക്ക ദോഷം എന്നുള്ള നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാമല്ലോ അല്ലേ. എന്നിട്ട് പറയുമ്പോൾ അവർ പറഞ്ഞത് വെച്ചാൽ പാവേനെ കെട്ടിത്തൂക്കും, പാവേനെ മരത്തിൽ കെട്ടിത്തൂക്കി കൊല്ലും. ഇവൾ കുളിക്കാൻ പോയ നേരം നോക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പാവേനെ കെട്ടി തൂക്കിക്കൊല്ലും. ഒരു പക്ഷേ ചിലപ്പോൾ ഈ ടീമിൻ്റെ ഫാൻസിനൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ഇത് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കാം. അനുമോളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ കാണുന്നവർക്ക് ഇതൊരു അരോചകമായിട്ട് ഒരു ബോറായിട്ട് മാറി തുടങ്ങിയിരിക്കുന്നു. ഓൾറെഡി ബോറാണ്, പക്കാ ബോറായിട്ട് മാറി തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് പാവേനെ കെട്ടി തൂക്കി കൊല്ലും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഇനാക്ട് ചെയ്ത് കാണിക്കണം, അഭിനയിച്ച് കാണിക്കണം മറ്റേ ആര്യൻ. ഇവളിങ്ങോട്ട് കുളി കഴിഞ്ഞ് വരുന്ന സമയത്ത് അപ്പാനിയൊക്കെ ഭയങ്കര ചിരി. ഞാൻ ജീവിതത്തിൽ അപ്പാനിനെ ഇത്ര ചിരിച്ച് കണ്ടിട്ടില്ല കേട്ടോ. അപ്പാനിന് ഇത്ര ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇങ്ങോട്ട് മറ്റേ അതിൻ്റെ ഇടയ്ക്ക് അക്ബറിൻ്റെ ലൈവ് കമൻട്രി, അതിൻ്റെ പാട്ടും പരിപാടിയും കാര്യങ്ങളും വരുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഈ പാവേനെ കെട്ടി തൂക്കും. അപ്പോൾ നമുക്ക് തല തിരിച്ച് കെട്ടി തൂക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ മാക്സിമം ആ പാവേനെ കെട്ടി തൂക്കുന്നതോടുകൂടി അനുമോളെ ടാർഗറ്റ് ചെയ്ത് അതിനെ വിഷമിപ്പിക്കുക എന്നുള്ള കണ്ടീഷനിലാണ്. അനുമോൾക്ക് ഇനി ശരിക്കും വിഷമം വരുന്നുണ്ടോ അതോ അതിൻ്റെ ഗെയിമാണോ എന്നുള്ള അറിയില്ല. എന്താണെങ്കിലും ഔട്ട് പോകുന്നത് അനുമോളെ കോർണർ ചെയ്യുന്നു എന്നുള്ള സംഗതിയാണ്. അത് ഇവന്മാർക്ക് ദോഷം ചെയ്യും, അനുമോൾക്ക് ഗുണം ചെയ്യും. അനുമോളെ എങ്ങനെയെങ്കിലും ഇവന്മാരനെ പിടിച്ച് ഏകദേശം ഒരു 3-4 ദിവസം കൂടി, ഒരാഴ്ചയും കൂടി നീളുന്നുണ്ടെങ്കിൽ 5th 5th മറ്റേ ടോപ്പ് 5 പൊസിഷൻ അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അൺലെസ് വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഇവന്മാരനെ അവിടെ കൊണ്ട് എത്തിക്കും. അപ്പോൾ ഇതിനെ കെട്ടിത്തൂക്കും. അത് കെട്ടിത്തൂക്കിയിട്ട് ഇവൾ തിരിച്ചു കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ഈ കെട്ടിത്തൂക്കണ സീന് കണ്ടു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ പ്ലാച്ചി എന്ന് പറഞ്ഞ് കരയണതൊക്കെ ഇവന്മാരെ അവിടെ അഭിനയിച്ച് കാണിക്കുന്നു. ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നത്. മഹാഭാഗ്യത്തിന് ചീവീട് അവിടെ ഇല്ല. ചീവീടിൻ്റെ എന്തോ ഒരു ഡയലോഗ് അപ്പുറത്ത് കേട്ടു, പക്ഷേ ബിഗ് ബോസ് അധികം കാണിച്ചില്ല. മഹാഭാഗ്യം. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ വെച്ചു ഭഗവാനെ ഞാൻ ഇനിയും കൂടി ഈ ഗ്രൂപ്പിലേക്ക് കെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല. ഒന്നും ഉണ്ടാവില്ല, അവർ പറഞ്ഞ ഡയലോഗ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കും. പാവേനെ കെട്ടിത്തൂക്കും എന്ന് പറയുകയാണെങ്കിൽ അവൾ പറയും പാവേനെ കെട്ടിത്തൂക്കും, അതിൻ്റെ ചീവീട് സൗണ്ടിൽ വേറെ പറയും. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് തത്തമ്മയാണല്ലോ അവരുടെ റന ഫാത്തിമ, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. എന്തായെങ്കിലും ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു സബ്സ്റ്റാൻഡേർഡ് ഒരു തരം താണ പ്രവൃത്തി. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ ലുങ്കിയൊക്കെ കൊടുത്തിട്ട് കലിങ്കിൽ ഇരുന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനം, ഇത്ര അധികം ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസായിട്ട് ഉണ്ടാക്കിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇതാണോ ബിഗ് ബോസ്? ഇതും ചോദിക്കണം. ലാലേട്ടൻ വരുന്ന സമയത്ത് ഇതും ചോദിക്കണം. ടാർഗറ്റ് ചെയ്യുന്നതിനല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ പെറ്റി സംഗതികൾ കളിച്ചിട്ട് ഷോനെ നശിപ്പിക്കുകയാണ്. ഇന്നൊക്കെ ബിഗ് ബോസ് ആണെന്ന് തന്നെ തോന്നില്ല. ആ ഒരു വീടുണ്ടല്ലോ, ഇന്നിപ്പോൾ അങ്ങനെ ഡ്രൈ ഡേ പോലെയാണ്. പക്ഷെ എന്നാലും ഈ വെറുതെ ഇരിക്കുന്നതിനുള്ള ഒരു ക്വാളിറ്റി, അറ്റ്ലീസ്റ്റ് അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ. അക്ബർ ഒരു പാട്ടുകാരനാണ്. അവനൊക്കെ എന്തൊക്കെ രീതിയിൽ പോവാ. ഒരു പാട്ട് നന്നായി പാടുന്ന മനുഷ്യനാണ്, നല്ല ശബ്ദമാണ്, നല്ല ഈണാണ്, എല്ലാം കൊണ്ടും. അതിങ്ങനെ പാരഡിയൊക്കെ പാടി നശിപ്പിച്ചിട്ട് ആദ്യം കേൾക്കുമ്പോഴേക്കും രസമുണ്ടായിരുന്നു. ആദ്യം കേൾക്കുന്ന സമയത്ത് നമ്മൾ രസമാണ്, പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ അവസരമുണ്ട്. ഏത് നേരം ഇതന്നെ ആവുന്ന സമയത്ത് എന്താ അറിയോ, സ്വാഭാവികമായിട്ടും വെറുത്തു പോകും. ഇതിപ്പോൾ കണ്ടിട്ട് ഇപ്പോൾ ഞാൻ അനുമോളെ PR നടക്കണ്ട, ഞാൻ എല്ലാം പറയുന്നുണ്ട്. അനുമോളുടെ കേസും പറയുന്നുണ്ട്, മറ്റും രണ്ടും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രാക്കിൻ്റെ കാര്യം ചോദിക്കാനുണ്ട്, ശപിക്കുന്ന കാര്യം ചോദിക്കാനുണ്ട്, ഇതൊക്കെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനിടയ്ക്ക് ആര്യൻ്റെ ഒരു സംഗതി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതും കൂടി ക്ലിയർ ആയി കിട്ടിക്കഴിഞ്ഞാൽ ശുഭദിനം അല്ലേ, ശുഭരാത്രിയോ എന്താ അറിയില്ല. അപ്പോൾ വെയിറ്റിംഗ് ഫോർ
ഇന്ന് രാത്രിത്തത്. ഇനി ലൈവിൽ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് അപ്ഡേറ്റ് തരാം. വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു, ഞാൻ മറന്നു വിട്ടുപോയി പറയുന്നത്, ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ പറഞ്ഞു വന്ന സമയത്ത്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.